ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കോൺട്രാക്ട് കോസ്റ്റിങ്ങിലെ ഒരു ചെറിയ ടോപ്പിക്കാണ്, ഒരു ചെറിയൊരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫോമാറ്റാണ് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത്. അതിൽ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ്, ലേബർ, പ്ലാന്റ്, ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്റ്റ്, പിന്നെയുള്ള നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നഷ്ടം ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് നമ്മളതിനെ കാണിക്കുക. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ആ വർഷത്തിൻ്റെ അവസാനം വരേക്കും എത്ര വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്, ഇനി എത്ര കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്, അതായത് അൺഫിനിഷ്ഡ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും ഉണ്ട്. പിന്നെ മെറ്റീരിയൽസ് റിട്ടേൺഡ്, മെറ്റീരിയൽസ് ലൈങ് അറ്റ് സൈറ്റ് ഇപ്പോൾ എത്ര ബാക്കിയുണ്ട്, പ്ലാന്റ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചത് എത്ര ബാക്കിയുണ്ട്, പിന്നെ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്രയാണെന്ന് നമ്മൾ നോക്കും. അതായത് ഹാഫ് ആണോ, അല്ല 1/4 ആണോ, അതിന് ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എത്രയാണ് പ്രോഫിറ്റിൻ്റെ പ്രപ്പോർഷൻ എന്ന് കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗറാണ്. ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണെന്ന്. ഈ ഒരു ഫോമാറ്റ് പഠിച്ചു വെക്കുക, ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതനുസരിച്ച് നോക്കാം. ദ കോൺട്രാക്ട് ലെഡ്ജർ ഓഫ് എ കമ്പനി ഷോഡ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് കോൺട്രാക്ട് നമ്പർ 1470 at 31st December 2021. മെറ്റീരിയൽ വന്നിട്ടുണ്ട്, പ്ലാന്റ്, വേജസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്. ഇതൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. The contract was commenced in January 2021 and the contract price was 4 lakh. കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് 4 ലക്ഷമാണ്. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ടു ഡേറ്റ് വാസ് 1,72,000 representing 80% of the work certified. ഈ 80% ആണ് വർക്ക് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സർട്ടിഫൈ ചെയ്ത് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തത് 1,72,000 അപ്പോൾ ആക്ച്വൽ വർക്ക് സർട്ടിഫൈ ചെയ്തത് ഈ 80% എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ് ചെയ്തതിൻ്റെ പെർസെൻറ്റേജാണ് 80%. അപ്പോൾ എത്രയാണ് ആക്ച്വലി വർക്ക് സർട്ടിഫൈഡ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു എമൗണ്ടും ഈ പെർസെൻറ്റേജും വെച്ചിട്ട് നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. ദ റിമൈനിങ് 20% ബീയിങ് റിറ്റൈൻഡ് അണ്ടിൽ കംപ്ലീഷൻ. ബാക്കി 20% കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ കിട്ടൂ. ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹാൻഡ് വാസ് 4,500. ഇപ്പോൾ കയ്യിലുള്ളത് 4,500 മെറ്റീരിയൽസ്. വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് 4,000. വർക്ക് നോട്ട് സർട്ടിഫൈഡ്, അതായത് വർക്ക് അൺസർട്ടിഫൈഡ് 4,000 തന്നിട്ടുണ്ട്. അത് രണ്ടും വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടുന്നത്. ആർ ആൻ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രാക്ട് ഷോയിങ് പ്രോഫിറ്റ് ടു ഡേറ്റ് അസ്യൂമിങ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 10% തന്നിട്ടുണ്ട് per annum. And state the proportion of profit the company would be justified in taking to the credit of the profit and loss account. അതായത് കോൺട്രാക്ട് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കുക. കോൺട്രാക്ട് അക്കൗണ്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും നമുക്കറിയാം, ഡെബിറ്റ് ക്രെഡിറ്റ്. ഇനി ഇതിൽ നമുക്കറിയാം ആദ്യം എഴുതേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മെറ്റീരിയൽസ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, വേജസ് ഉണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ഉണ്ട്. അപ്പോൾ അത് നാലും നമുക്ക് എന്ത് ചെയ്യാം, ഡെബിറ്റ് സൈഡിൽ എഴുതാം. ടു മെറ്റീരിയൽ എമൗണ്ട് 94,000 ആണ് വരുന്നത്. ദെൻ പ്ലാന്റ് ടു പ്ലാന്റ്
12,000. പിന്നെ വരുന്നത് വേജസ് അല്ലെങ്കിൽ വേജസ് നമുക്ക് ലേബർ ആണ് വേജസ് എന്ന് പറയുന്നത്. ടു ലേബർ എന്ന് എഴുതാം. ടു ലേബർ ബ്രാക്കറ്റിൽ വേജസ് എന്ന് എഴുതാം. വേജസ് നമ്മൾ ലേബർ എന്നും കൂടി പറയും. അപ്പോൾ 1,03,000 ആണ് ലേബർ വരുന്നത്. ഇനി ഉള്ളത് ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 6,700 ആണ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കാനുള്ളൂ. അതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് വരുവാണ്. ഫസ്റ്റത്തെ ഐറ്റം ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ്. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡുമാണ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നതിനെയാണ്, നമ്മൾ ഇത്തിരി വരെ കംപ്ലീറ്റ് ചെയ്ത വർക്കിന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നതിനെയാണ് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ സർട്ടിഫൈ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. ഓക്കെ, വർക്ക് അൺസർട്ടിഫൈഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദ വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് വാസ് ₹4,000. 4,000 ആണ് വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് 4,000 ആണ്. ഇനി നമുക്ക് വർക്ക് സർട്ടിഫൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ 1,72,000 നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. ഈ 1,72,000 എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80%. അപ്പോൾ നമുക്ക് മൊത്തം വർക്ക് സർട്ടിഫൈഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് 1,72,000 എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% നമുക്ക് റിസീവ് ചെയ്യുന്ന 1,72,000 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 1,72,000 എന്ന് പറയുന്നത് 80%. അപ്പം നമുക്ക് 100% കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ മൊത്തം വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? 1,72,000 ബൈ 1,72,000 എന്ന് പറയുന്നത് 80% അല്ലേ. അപ്പോൾ 1,72,000 ബൈ 80% അല്ലെങ്കിൽ 80. എന്തിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? 100ലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. മൊത്തം 100% വർക്ക് സർട്ടിഫൈഡ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 80% തന്നിട്ടുള്ളത്. അപ്പോൾ ചെയ്യൽ 1,72,000 ബൈ 80 ഇൻറ്റു 100. 100ലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഫുൾ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1,72,000 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1,72,000 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. 1,72,000 ആണ് നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട്. 80% ആണ് വർക്ക് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം എമൗണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 1,72,000 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 നമുക്ക് കിട്ടുന്നത് 2,15,000 ആണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ വർക്ക് സർട്ടിഫൈഡിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ എമൗണ്ട് നമ്മളവിടെ എഴുതി കൊടുക്കുക. വർക്ക് സർട്ടിഫൈഡ് 2,15,000 ആണ്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത ശേഷം 2,19,000 ആണ് നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. വർക്ക് സർട്ടിഫൈഡിൻ്റെ അടുത്ത് ഒന്നൊന്ന് നമ്പർ കാണിക്കുക. വർക്കിംഗ് നോട്ട് 1. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് 2,15,000, വർക്ക് അൺസർട്ടിഫൈഡ് 4,000 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് 2,19,000 നമുക്ക് കിട്ടും. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ വായിച്ചു നോക്കാം. നമുക്കറിയാം മെറ്റീരിയൽസ് റിട്ടേൺഡ്, നമ്മൾ നേരത്തെ ഫോർമാറ്റിൽ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് ഇപ്പോൾ ബാക്കിയുള്ളത് പ്ലാന്റ് ഡിപ്രീസിയേഷൻ കുറച്ചത്, ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ഇതൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹാൻഡ് വാസ് ₹4,500. അപ്പോൾ എഴുതാം ബൈ മെറ്റീരിയൽ ഇൻ ഹാൻഡ്. ഇത് തന്നെയാണ് ബൈ മെറ്റീരിയൽസ് ലൈങ് അറ്റ് സൈറ്റിൽ പറയുന്നത്. അപ്പോൾ 4,500 ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എന്താ പറയുന്നത്? പ്ലാന്റിൻ്റെ 10% ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്
അല്ലേ? അപ്പോൾ പ്ലാന്റിൻ്റെ എമൗണ്ട് ശരിക്കും എത്രയാണ്? 12,000 ആണ്. 12,000 ഇപ്പോൾ ഡിപ്രീസിയേഷൻ കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ബൈ പ്ലാന്റ് 12,000 ആണ്. ലെസ് ഡിപ്രീസിയേഷൻ എത്രയാണ് കുറക്കേണ്ടത്? 10% ആണ് കുറക്കേണ്ടത്. ഏതിൻ്റെ? 12,000ൻ്റെ 10% ആണ് നമ്മൾ കുറക്കേണ്ടത്. അപ്പോൾ 1,200 ആണ് 12,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ. ഇത് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10,800 ആണ്. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, ക്വസ്റ്റ്യൻ തീർന്നു. മറ്റ് ഐറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഫോർമാറ്റിൽ പറഞ്ഞ ഐറ്റത്തിൽ പിന്നെ മെറ്റീരിയൽസ് റിട്ടേൺ ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. പിന്നെ ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ ബാലൻസ് ചെയ്യുക. ഏതാണ് കൂടുതൽ നോക്കാം. നമുക്ക് കൂടുതൽ കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡാണ്. 2,34,300. 2,34,300. 2,34,300. സാധാരണ അക്കൗണ്ടിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്കറിയാം ഇവിടെയാണ് അപ്പോൾ ബാലൻസ് ഉള്ളത് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ നമ്മൾ ബാലൻസിങ് ഫിഗറിന് നമ്മൾ പറയുന്നത് നമുക്കറിയാം പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ നോഷണൽ പ്രോഫിറ്റ് എന്നും, ലോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യാണ്. ലോസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ടു നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാണ് നമ്മളതിനെ കാണിക്കുക. ഓക്കെ, നോഷണൽ പ്രോഫിറ്റ് എന്നാണ് നമ്മളതിനെ കാണിക്കുക. ബാലൻസ് ക്യാരി ഡൗൺ ആണ്. എന്ത് ചെയ്യുക? 2,34,300 നിന്ന് ഈ വാല്യൂസ് ഒക്കെ കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18,600 ആണ് ബാലൻസ് ക്യാരി ഡൗൺ. ഇനി നമുക്കറിയാം ഈ ബാലൻസിന് എന്ത് ചെയ്യുക? താഴേക്ക് ബ്രോ ഡൗൺ ചെയ്യാം. ബൈ നോഷണൽ പ്രോഫിറ്റ് 18,600. ഇനി നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ഐറ്റമാണ്. ഇതിന് നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു, കോൺട്രാക്ട് പ്രൈസ് നോക്കി എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് മുമ്പ് അത് നമുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് നമ്മൾ ഒരു ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇക്വേഷൻ നിങ്ങൾക്കൊന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. എല്ലാ ഇക്വേഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ദി എമൗണ്ട് ടു ബി ട്രാൻസ്ഫർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പുറത്ത് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നല്ല എഴുതി. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് ദി എമൗണ്ട് ടു ബി ട്രാൻസ്ഫർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കണം. കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കണം. കോൺട്രാക്റ്റ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ കോൺട്രാക്ട് വാസ് കമൻസ്ഡ് ഇൻ ജനുവരി 2021 ആൻഡ് ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹4 lakh. 4 lakh ആണ് കോൺട്രാക്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുള്ളത്. 4 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കോൺട്രാക്റ്റ് പ്രൈസും ഒന്ന് വർക്ക് സർട്ടിഫൈഡും ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോൺട്രാക്റ്റ് പ്രൈസ് ആൻഡ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 2,15,000 ആണ് വർക്ക് സർട്ടിഫൈഡ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ അതായത് കാൽഭാഗമാണോ, ഹാഫാണോ, മോർ ദാൻ ഹാഫ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ഇവിടെ നമുക്കറിയാം കോൺട്രാക്ട് പ്രൈസിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 4 ലക്ഷത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപയാണല്ലേ. 4 ലക്ഷത്തിൻ്റെ പകുതി 2 ലക്ഷമാണ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2,15,000 എന്ന് പറയുമ്പോൾ മോർ ദാൻ ഹാഫായി. അതായത്
എന്താണ് ഹാഫിനേക്കാൾ കൂടുതലായി. അങ്ങനെ ഹിയർ ദ കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ് ഈസ് മോർ ദാൻ ഹാഫ് ആണ്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അത് ഞാനിപ്പോൾ കാണിച്ച ഇക്വേഷനുള്ള കാര്യമാണ്. അപ്പോൾ ഹാഫ് അല്ലെങ്കിൽ ഹാഫിനേക്കാൾ കൂടുതലാണ് ഹാഫിനേക്കാൾ കൂടുതലാണ് ഈ സർട്ടിഫൈ ചെയ്ത എമൗണ്ട് എങ്കിൽ 2/3 അല്ലെങ്കിൽ 2/3 നമ്മൾ എന്ത് ചെയ്യും, നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ കൂടുതലാണ് അല്ലേ, നമുക്കറിയാം. ഇനി ഏത് എമൗണ്ട് ആണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അയാൾ എഴുതേണ്ടത് ഹിയർ കോൺട്രാക്ട് ഈസ് completed is more than 1/2 അല്ലെങ്കിൽ half, more than half. Therefore 2/3 of notional profit should be transferred to പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് നേരത്തെ കിട്ടി. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 18,600 ആണ്. 18,600ൻ്റെ 2/3 ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇക്വേഷൻ ഫുള്ളായിട്ട് നോക്കുക. ഇക്വേഷൻ എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു എത്ര പോർഷനാണ്, അല്ലെങ്കിൽ 2/3 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അതാണ് ഇക്വേഷൻ വരുന്നത്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇത് നോഷണൽ പ്രോഫിറ്റ് എന്നാണ്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 18,600 ആണ് ഇൻറ്റു 2/3. ഹാഫ്, മോർ ദാൻ ഹാഫ് ആണെങ്കിൽ ഇവിടെ 2/3 ആണ് വരിക. അപ്പോൾ 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് എന്ന് എത്രയാണ്, നമുക്ക് എത്ര രൂപയാണ് ഈ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ട് കിട്ടുന്നത്? 1,72,000 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് മുകളിൽ 2,15,000. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9,920 ആണ്. 9,920 ആണ് നമുക്ക് കിട്ടുക ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യുക, കോൺട്രാക്ട് പ്രൈസും വർക്ക് സർട്ടിഫൈഡും നോക്കുക. വർക്ക് സർട്ടിഫൈഡ് എന്താണ്, കോൺട്രാക്ട് പ്രൈസിൻ്റെ എത്ര പോർഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മോർ ദാൻ ഹാഫ് ആണെങ്കിൽ 2/3 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 9,920 കിട്ടും. അതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 9,920. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. 18,600 ആണ്. ഇവിടെ ആയിരിക്കും അല്ലേ, ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വരിക. ബാലൻസിങ് ഫിഗറിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളതിനെ റിസർവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ റിസർവ് ആയിട്ടാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8,680 രൂപയാണ്. 8,680 ആണ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുക ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺട്രാക്റ്റ് അക്കൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ വരക്കേണ്ടത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും വരക്കണം, അതുപോലെ കോൺട്രാക്റ്റീഡ് അക്കൗണ്ടും വരക്കണം. ഒരു കോൺട്രാക്ടറുടെ ബുക്കിൽ മെയിനായിട്ട് വരുന്ന ഒന്ന് കോൺട്രാക്റ്റ് അക്കൗണ്ടും വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും പിന്നെ കോൺട്രാക്റ്റീഡ് അക്കൗണ്ടാണ്. അത് രണ്ടും സിമ്പിളാണ്. കോൺട്രാക്റ്റ് അക്കൗണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്.
ഇവിടെ ഞാൻ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും പിന്നെ അതേപോലെ കോൺട്രാക്ടീസ് അക്കൗണ്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് കാണിച്ച ഐറ്റംസ് ആണ് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ വരിക. ഇവിടെ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞത് എന്ത് വരും? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ ടു കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് വരും. സാധാരണ നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് പോലെ തന്നെ ടു കോൺട്രാക്ട് അക്കൗണ്ട് വരും. എത്രയാണ് എമൗണ്ട് വരിക? വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 2,19,000 ആയിരുന്നു. അപ്പോൾ 2,19,000 ആണ് വരിക. ഓക്കെ, ഇനി നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും വരുമോ നോക്കാം. നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ് ആയിട്ട് 8,650 ഉണ്ട്. ഇത് ടു വർക്ക് ഇൻ പ്രോഗ്രസ് കോൺട്രാക്ട് അക്കൗണ്ടിൽ വരുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ കോൺട്രാക്ട് അക്കൗണ്ട്. ബൈ കോൺട്രാക്ട് അക്കൗണ്ട് എത്ര വരും? 8,680 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിനെ ബാലൻസ് ചെയ്യുക. മറ്റൊന്നും ഇതിൽ വരാനില്ലല്ലോ. ബാലൻസ് ചെയ്യാം. ഇപ്പോൾ 2,19,000 ആണ് വരിക. ബാലൻസ് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ തന്നെയാണ് വരിക. 2,10,320 വരും. കോൺട്രാക്ടീസ് അക്കൗണ്ടിൽ ആകെ വരുന്നത് കോൺട്രാക്ട് എന്താണ് വർക്ക് സർട്ടിഫൈ ചെയ്തിട്ട് 1,72,000 കൊടുക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ട് മാത്രമാണ് കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബൈ ക്യാഷ് 1,72,000 ആണ്. എന്ത് ചെയ്യുക? മറ്റൊന്നും ഇവിടെ വരാനില്ല. അപ്പോൾ ടു ബാലൻസ് ക്യാരിഡ് ഓൺ എത്ര വരും? 1,72,000. എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. മറ്റൊരു ഐറ്റവും ഇവിടെ വരാനില്ല. ഓക്കെ.